അക്ഷരജാലകം. പുതിയൊരു എപ്പിസോഡിലേക്ക് പുസ്തക പരിചയവുമായിട്ട് ഞങ്ങൾ എത്തുകയാണ്. പുസ്തക നിരൂപണം, പുസ്തക പരിചയം എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ദൗത്യമാണെന്നറിയാം. അതുകൊണ്ട് തന്നെ പുസ്തക പരിചയത്തിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അനന്തമായ ജ്ഞാനത്തിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് മാത്രമേ ഇതിനെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊരു വിമർശനമോ ഇതൊരു സംഗ്രഹമോ ഒന്നുമല്ല. ഞങ്ങൾ കണ്ടെത്തിയ ചില കാര്യങ്ങൾ വായനക്കാരുമായി പങ്കുവയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷത്തോടു കൂടി മലയാളത്തിലെ ഒരു പുതിയ പുസ്തകം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. സമുദ്ര സഞ്ചാരത്തെക്കുറിച്ചും സമുദ്രങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒട്ടനവധി പഠനങ്ങൾ, പുസ്തകങ്ങൾ നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ കപ്പലിനെ കുറിച്ചൊരു പുസ്തകം എന്ന് പറയുന്നത് കേവലം വിചിത്രമായി തോന്നാം. കപ്പലിനെ കുറിച്ച് വിചിത്രമായൊരു പുസ്തകം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. മലയാളത്തിലെ യുവ എഴുത്തുകാരിൽ വളരെ പ്രതിഭയുള്ള ഒരു എഴുത്തുകാരിയാണ് ഇന്ദു മേനോൻ. അവരുടെ ആത്മസ്പർശം പതിഞ്ഞിരിക്കുന്ന മേഖലകൾ വളരെ വിപുലമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സർവതല സ്പർശിയായ ഒരു എഴുത്ത് അല്ലെങ്കിൽ വായനാനുഭവം നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് കാണുവാൻ, അനുഭവിക്കുവാൻ സാധിക്കും. കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ദു മേനോൻ. ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് DC ബുക്സ് കോട്ടയം. കപ്പൽ എന്നത് ഒരു യാനം എന്നതിലുപരിയായി ഒരു ആവാസ വ്യവസ്ഥയാണ് എന്ന് നമുക്കറിയാം. അനവധി ആളുകൾ തങ്ങളുടെ കർമ്മം, അവരുടെ അധ്വാനം അത് കൂട്ടിച്ചേരുമ്പോഴാണ് കപ്പലിനെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. കരയിൽ നിന്ന് മാറി പ്രക്ഷുബ്ധമായ കടലിന് നടുവിൽ നിന്നുകൊണ്ട് അത് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുമ്പോഴും ഈ കപ്പലിനുള്ളിലുള്ള ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അനേകം ആളുകളുടെ അധ്വാനവും അവരുടെ ലക്ഷ്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയത്നങ്ങളുമെല്ലാം ഒരുമിച്ച് കൂടിച്ചേരുമ്പോഴാണ്. ഇതുപോലെ ജീവിത സാഗരത്തിൽ ഉഴലുന്ന അല്ലെങ്കിൽ അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന ഒട്ടനവധി ആളുകളെ, അവരുടെ പ്രയത്നങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ എഴുത്തുകാരി അവരുടെ വികാരങ്ങളെ, അവരുടെ വിഭവങ്ങളെയൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ എഴുത്തുകാരി നമ്മിലേക്ക് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. കപ്പൽ ജലസഞ്ചാരത്തിനുള്ള ഒരു വാഹനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അതിലുപരി കപ്പൽ എന്നത് ഒരു സാംസ്കാരിക പാത തുറന്നു തരുന്നു, സാംസ്കാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം തുറന്നു തരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് പുസ്തകത്തിൻ്റെ സംഗ്രഹത്തിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. സമുദ്രം അത് അകലങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എത്ര തരത്തിലുള്ള, എത്ര വലിയ അകലം സൃഷ്ടിക്കുന്ന സമുദ്രമായാലും അതിനെ കരയുമായി അല്ലെങ്കിൽ സഞ്ചാരികളുമായി ഒക്കെ ബന്ധിപ്പിക്കുന്ന മൗലികമായ ഒരു കടമയാണ്, ദൗത്യമാണ് കപ്പൽ നിർവഹിക്കുന്നത്. രണ്ടാമതായി, സമുദ്രം ബന്ധിപ്പിക്കുമ്പോൾ തന്നെ കപ്പൽ അതിന് അല്പം കൂടി ദൃഢത നൽകുന്നു, അല്ലെങ്കിൽ ദിശാബോധം നൽകുന്നു, അല്ലെങ്കിൽ ഈ ബന്ധിപ്പിക്കലിനെ പുതിയ ചില നിർവചനങ്ങളിലേക്ക് ഉയർത്തുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ, ബന്ധങ്ങൾക്ക്
നിർവചനം നൽകുന്ന ഒരു യാനം, അതിനെ തേടിയുള്ള ഒരു അന്വേഷണം, അതിന് പക്വമതിയായ കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളിൽ കാണാമറയത്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കപ്പലിൻ്റെ അവശിഷ്ടം തേടിയുള്ള യാത്രയാണ്. ഒരർത്ഥത്തിൽ അവശിഷ്ടങ്ങൾ മാത്രമല്ല, ജ്വലിക്കുന്ന ചില സ്മരണകൾ ഈ യുവാവിൻ്റെ മുൻപിലുണ്ട്. നിരവധി അന്വേഷണങ്ങൾ നടത്തി ആൽബർട്ടോ മേയർ എന്ന് പറയുന്ന ഒരു കപ്പൽ, ഭീമാകാരമായ ഒരു കപ്പൽ, വളരെ വർഷങ്ങൾക്ക് മുൻപ് കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ എവിടെയോ നഷ്ടപ്പെട്ട ആ കപ്പൽ തേടിയുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ കപ്പലിനെ കുറിച്ചുള്ളൊരു വിചിത്ര പുസ്തകം എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ അതൊരു ചിത്രമെഴുത്താണ്. അത് വായിക്കും തോറും അതിൽ അടങ്ങിയിരിക്കുന്ന അക്ഷരങ്ങൾ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്ന ചിത്രങ്ങൾക്ക് അതിരില്ലാതെ പോകുന്നു. അനന്തമായ ചിത്രങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട്, അനന്തമായ മാനസിക ചിത്രങ്ങൾ നിങ്ങളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജുകളും മുന്നേറുന്നത്. അതുകൊണ്ട് സമുദ്രം, സഞ്ചാരം, ജീവിതം, സാഗരം എന്നൊക്കെ പറയുന്ന അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും ഇതിവിടെ ഓരോ അക്ഷരത്തിലും സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇന്ദു മേനോൻ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. കൃഷ്ണചന്ദ്രൻ കാഴ്ചയ്ക്കപ്പുറമുള്ള ഒരു വസ്തുവിനെ തേടി, അല്ലെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോയ, ഓർമ്മയിൽ നിന്ന് തന്നെ മറഞ്ഞുപോയ, പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് മനുഷ്യന്റെ നിയന്ത്രണത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു കപ്പൽ തേടി അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ഈ കപ്പലിനെ തേടിയുള്ള യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൂടെ വളർച്ച പ്രാപിക്കുന്ന അന്വേഷണം, ഇതെല്ലാം ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. ആൽബർട്ടോ മേയർ എന്ന് പറയുന്ന ഒരു കപ്പലിനെ തേടിയാണ്, ഭീമാകാരമായ കപ്പൽ എന്ന് വിവക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നാം തിരിച്ചറിയണം, വളരെ ദിവസങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ഇന്ധനവും അതിൽ സഞ്ചരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ആ കപ്പലിൽ കൊണ്ടുപോകുന്ന സാധന സാമഗ്രികളുടെ ഭാരവും ഇതെല്ലാം താങ്ങുവാൻ കെൽപ്പുള്ള ഒരു നിർമ്മിതിയാണ് ഈ വലിയ കപ്പലിനുണ്ടായിരുന്നത്. ഏതായാലും വളരെ സാഹസികമായ ഒരു അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ ജീവിതത്തിലെ ചില ചപല നിമിഷങ്ങളും, ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ചില ബാധ്യതകളുമൊക്കെ ഈ യുവാവിനെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അടുത്തെത്തുകയാണ്. നാമൊക്കെ ഓർത്തിട്ട് മറന്നുപോയതും മറക്കുവാൻ ശ്രമിക്കുന്നതുമായ ചില നിമിഷങ്ങളെയൊക്കെ ഇവിടെ ഈ പുസ്തകത്തിൽ പലപ്പോഴും പല പേജുകളിൽ നാം കണ്ടുമുട്ടുന്നു. പലപ്പോഴും മനുഷ്യ ജീവിതം കേട്ടുകേൾവികളുടെ പിന്നാലെ പോകുന്നതാണ്. കേട്ടുകേൾവികളുടെ പിന്നാലെ അന്വേഷിക്കുന്ന ഒരു ചിത്രം നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ അതാണ്, കൃത്യമായ വിവരങ്ങൾ ഇല്ലാഞ്ഞിട്ട് പോലും, കൃത്യമായ അറിവില്ലാഞ്ഞിട്ട് പോലും ഈ അന്വേഷണം വളരെ സാർത്ഥകമായിട്ട് മുന്നേറുന്നതിൻ്റെ കാരണം, മനസ്സുണ്ടെങ്കിൽ അന്വേഷിക്കുവാൻ കഴിയും. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. സർഗാത്മകതയുടെ ഉടൽ തേടിയുള്ള യാത്രയിലാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, സർഗാത്മകത എന്ന് പറയുന്നത്. അതിനൊരു സ്ഥൂല ശരീരവും അതിനൊരു സൂക്ഷ്മ ശരീരവും ഉണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ ആ സർഗാത്മകതയുടെ ആ സ്ഥൂല ശരീരം തേടി ഈ എഴുത്തുകാരി ചെന്നെത്തുന്നത് ഭ്രാന്തിലാണോ, അല്ലെങ്കിൽ ഭ്രാന്തിൻ്റെ ഉൾക്കടലിലാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. പക്ഷെ എഴുത്തുകാരി നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഭ്രാന്തിലല്ല, അതിലുപരിയായിട്ടുള്ള ഒരു സൗന്ദര്യ അവബോധത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം തുടങ്ങുന്നത് ഭ്രാന്തിൻ്റെ ഉൾക്കടൽ എന്ന് ഒരു അതിമനോഹരമായ വർണ്ണനയിലൂടെയാണ്. അതുകൊണ്ട് ഉൾക്കടൽ എന്ന് പറയുന്നത് ആഴമുള്ളതാണ്,
വളരെ തീവ്രമാണ്, ഗംഭീരമാണ്, ഗാംഭീര്യമുള്ളതാണ്, കാറ്റുകൾ ഉടലെടുക്കുന്നതാണ്. ആധുനിക കാലത്താണെങ്കിൽ ന്യൂനമർദ്ദങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഉൾക്കടലുകളിലാണ് അല്ലെങ്കിൽ കടലിലാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ഇവിടെ ഒരു ഉൾക്കടൽ തുടങ്ങി അനന്തമായ സമുദ്രത്തിലൂടെ കടന്ന് അവസാനം ഒരു ദ്വീപിൻ്റെ അടുത്തെത്തുന്ന ആ അന്വേഷണം അല്ലെങ്കിൽ ആ പദചലനങ്ങൾ എന്നെയും നിങ്ങളെയും വളരെ വേറിട്ട ഒരു വായന അനുഭവത്തിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതിന് തർക്കമില്ല. ഈ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ, ചില വാക്കുകൾ സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നതാണ്. പ്രേമത്താൽ മുറിവേറ്റവർ. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിച്ചിട്ടുണ്ടോ എങ്കിൽ അവർ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ള മഹത് വചനത്തിന് അടിവരയിട്ടുകൊണ്ട് പ്രേമത്താൽ മുറിവേറ്റപ്പെട്ടവർ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം ശാസ്ത്രാഭിമുഖ്യം വളർത്തുന്നതാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ രേഖാചിത്രങ്ങളോടുകൂടി തന്നെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവണതയാണ്. സാധാരണഗതിയിൽ എഴുത്തുകാർ അവലംബിക്കാത്ത ചില രീതികൾ, ചില പാറ്റേണുകൾ ഇന്ദുമേനോൻ അവലംബിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഒരു രേഖാചിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: രത്നച്ചുഴി. സമുദ്രത്തിൽ ഏറ്റ നിമ്നോന്നതികളുണ്ടോ, ഏറ്റക്കുറച്ചിലുകളുണ്ടോ? ഒരു വശത്ത് വെള്ളം ഉയരത്തിലേക്ക് കടന്നു പോകുന്നതും മറുവശത്ത് ആ ജലം തന്നെ ഒരു ജലപാതം, ആ ജലം ഒരു താഴ്ചയിലേക്ക് മറിഞ്ഞു പോകുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അവിടെ ഒരു രത്നച്ചുഴി ഉണ്ടാകുന്നു. ആ ജലങ്ങൾ, ആ ജലരാശി തീർക്കുന്ന ഒരു രത്നച്ചുഴിയുണ്ട്. അതിലുപരി അവിടെ രൂപം കൊള്ളുന്ന ചില രത്നങ്ങളെ കുറിച്ചുള്ള ചില വർണ്ണനകളുണ്ട്, അല്ലെങ്കിൽ ചില ചിന്തകൾ ഒക്കെ അവിടെ പങ്കിടുന്നുണ്ട്. ഇതൊരു ശാസ്ത്രമാണോ മിത്താണോ എന്നൊക്കെ ചോദിച്ചാൽ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വാക്ക് നമ്മൾ കാണുന്നു. ചെകുത്താൻ ചെങ്കുഴി എന്നൊരു വാക്ക് നമ്മൾ കാണും. അതുകൊണ്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തുവാനുള്ളതായതുകൊണ്ട് പൂർണ്ണമായി വിവരിക്കുന്നില്ല. അന്വേഷിച്ച് കണ്ടെത്തുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനിക്കുന്ന രത്നച്ചുഴികൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പരാമർശം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്: നീന്തി അടുക്കുന്നവർക്ക് അഭയം തേടുവാൻ, കയറി ചെല്ലുവാൻ ഒരു കര വേണം. അങ്ങനെ ചില കരകൾ കാണുന്നു. ഒടുവിൽ മാരിക്കോ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് ഈ സഞ്ചാരി ചെല്ലുകയാണ്. ആ മാരിക്കോ ദ്വീപിനെ പറ്റി പറയുമ്പോഴും ശാസ്ത്രാഭിമുഖ്യം ഒട്ടും കൈവെടിയാതെ കടലെടുത്തു പോകുന്ന ദ്വീപസമൂഹങ്ങളും അതിലെ ജനങ്ങളുടെ ആവലാതികളും ആകുലതകളും ഒക്കെ പങ്കിടുകയാണ്. മാരിക്കോ ദ്വീപ് അത് നഷ്ടപ്പെടുമ്പോൾ, അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുമ്പോൾ, ഇല്ലാതാകുമ്പോൾ ഒക്കെ നഷ്ടമാകുന്നത് ഒരു ചരിത്രം തന്നെയാണ്, ഒരു നാഗരികത തന്നെയാണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഒടുവിൽ അവസാനത്തെ ചില വാക്കുകളിലേക്ക് എത്തുമ്പോൾ കാക്കയെ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുകയാണ്. ചില ആചാരങ്ങൾ, ചില വിചാരങ്ങൾ, ചില അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വരികൾ തീരുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നിറയുന്നത് അന്വേഷണത്തിൽ നിന്ന് ലഭിച്ച ഒരു ഊർജവും, അന്വേഷിച്ചപ്പോൾ കണ്ടെത്താതെ പോയ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഉൾക്കാഴ്ചകളും, അതുപോലെ ഇത് വേഗം തീർന്നു പോയല്ലോ എന്നുള്ളൊരു നഷ്ടബോധവുമാണ്. തുടർന്ന് വായിക്കുവാൻ കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ വായനാനുഭവങ്ങൾക്ക് സാക്ഷ്യം പകരാം.